സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓണക്കാലമാണല്ലോ. എല്ലാ ഓണക്കാലത്തും പെന്തക്കോസ്തുകാർ പ്രത്യേകമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാസ്റ്ററെ, ഓണസദ്യ ഉണ്ണാമോ? ഈ ചോദ്യം കഴിഞ്ഞ 1-2 ദിവസങ്ങൾ എനിക്കും കിട്ടുവാനിടയായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പാഠഭേദം ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഓണസദ്യയെക്കുറിച്ചല്ല ഇന്നത്തെ പാഠഭേദം. ഓണസദ്യയിൽ ഒന്ന് പറഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രം. പാഠഭേദം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓണസദ്യയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തമ്മിലുള്ള ബന്ധമെന്താ? കഥ ഞാൻ പറഞ്ഞ് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, ചോദ്യങ്ങൾ എല്ലാ വർഷവും ഓണത്തെക്കുറിച്ചും ഓണസദ്യയെക്കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഈ വർഷം എന്നോട് ചോദ്യം ചോദിച്ചവർ എന്നോട് ചോദിക്കുന്നതിന് മുമ്പേ ആദ്യം ചോദ്യം ചോദിച്ചത് ChatGPT-യോടാണ്. പെന്തക്കോസ്തുകാർക്ക് ഓണസദ്യ ഉണ്ണാൻ പറ്റുമോ എന്ന ചോദ്യം. നമുക്കറിയാമല്ലോ, എന്ത് ചോദ്യം ചോദിച്ചാലും ChatGPT-ക്ക് അതിൻ്റേതാകുന്ന ഒരു ഉത്തരമുണ്ട്. അപ്പോൾ ഓൾറെഡി ഉത്തരം ChatGPT പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ച ആൾ, അദ്ദേഹത്തിന് ChatGPT കൊടുത്ത ഒരു ഉത്തരത്തിൻ്റെ അറിവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ആത്മീക വിഷയങ്ങൾ ChatGPT-യോട് ചോദിക്കാമോ, AI എന്തൊക്കെ ആവശ്യത്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നതാണ് ഇന്ന് പാഠഭേദത്തിൽ കൂടുതലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഓണസദ്യയെക്കുറിച്ചല്ലേ, 2 വാക്കുകൾ പറയണ്ടേ. എന്നോട് ഈ ചോദ്യം ചോദിച്ച സ്നേഹിതനോട് ChatGPT പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ഏകദേശ രൂപം ഇതാണ്. ഇതൊരു കൾച്ചറൽ വിഷയമല്ലേ, സെക്കുലർ ഉത്സവമായിട്ടാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഓണസദ്യ കഴിച്ചാലൊന്നും അതിൽ തന്നെ പാപമില്ല എന്ന ഒരു ഉത്തരമാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഞാൻ എൻ്റെ സ്നേഹിതന് പറഞ്ഞു കൊടുത്ത ഉത്തരം ChatGPT പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഞാൻ ഓണസദ്യ കഴിക്കാൻ പോകാറില്ല. ഞാൻ താമസിക്കുന്ന ഈ മുംബൈയിലെ ഞങ്ങളുടെ ലോക്കൽ മലയാളി സമാജത്തിൻ്റെ ഓണസദ്യയുടെ കൂപ്പൺ ഫ്രീ കൂപ്പണാണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കിട്ടി. പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, നിങ്ങളൊരു ഓർത്തഡോക്സ് കട്ടർവാദി പെന്തക്കോസ്തുകാരനായതുകൊണ്ട് എന്ന് പറയും. അതുകൊണ്ട് അല്ല കേട്ടോ. ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ വലതുപക്ഷ സംഘ ഫാമിലിയിലെ ഒത്തിരി ആളുകളുണ്ടല്ലോ, അവരാരെങ്കിലും സമ്മതിക്കുമോ ഓണം സെക്കുലർ ഉത്സവമാണെന്ന്? അതോ ഓണം വളരെ തനതായ വിശ്വാസ സംഹിതയുടെ ഭാഗമായിട്ടുള്ള ഉത്സവം അല്ല എന്ന് അവരാരെങ്കിലും സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിച്ചു തന്നാൽ പിന്നെ നമുക്ക് ഓണം ഉണ്ണുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ അവർ സമ്മതിക്കാത്തതിൻ്റെ കാരണം, ഓണത്തെ നമ്മളെല്ലാം കൂടി സെക്കുലറാക്കി മാറ്റി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓണത്തെ കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഓണം അതിൻ്റെ ആരംഭം മുതൽ തന്നെ അതിൻ്റെ പിന്നിൽ ഐതിഹ്യമുണ്ട്, അതിൻ്റെ പിന്നിൽ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് മറ്റൊരു വിശ്വാസത്തെ സെക്കുലറാക്കി അതിനെ മാറ്റുന്നത് അവർക്ക് പോലും ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയമെന്ന് ആദ്യം തന്നെ അങ്ങ് പറയുകയാണ്. പക്ഷേ ChatGPT-ക്ക് ഒരു പ്രശ്നമുണ്ട്. ചോദ്യം ചോദിക്കുന്ന ആൾ ആഗ്രഹിക്കുന്ന ഉത്തരമാണ് ChatGPT പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ചോദ്യം ചോദിച്ച ആൾ വളരെ ഓർത്തഡോക്സും കട്ടർവാദിയുമൊക്കെയുള്ള ഒരു ആളാണെങ്കിൽ ChatGPT അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ സന്തോഷിപ്പിക്കാൻ തരത്തിലുള്ള ഒരു ഉത്തരമായിരിക്കും തരുന്നത്. അതെങ്ങനെയാണ് ChatGPT-ക്ക് അറിയാവുന്നത് ഈ പുള്ളിയുടെ വിശ്വാസനില ഇങ്ങനെയാണ് എന്ന് ChatGPT-ക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? നമ്മൾ ഈ സ്ഥിരമായിട്ട് ChatGPT-യോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഏകദേശം ഒരു വ്യക്തിത്വം ChatGPT നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ സ്നേഹിതൻ ചോദിച്ച ചോദ്യത്തിന് ChatGPT കൊടുത്ത ഉത്തരം കൾച്ചറലി ഇത് ഓക്കെയാണ്, സെക്കുലറിസം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അഴകുഴമ്പൻ മറുപടിയായിരുന്നെങ്കിൽ ഞാൻ അതേ ചോദ്യം ChatGPT-യോട് ഒന്ന് ചോദിച്ചു. മലയാളത്തിൽ ഉത്തരം തരണമെന്ന് പ്രത്യേക നിർദ്ദേശവും കൊടുത്തു. അപ്പോൾ ChatGPT എനിക്ക് തന്ന ഉത്തരമുണ്ടല്ലോ,
വളരെ യാഥാസ്ഥിതികമാകുന്ന ഒരു പെന്തക്കോസ്ത് ഉത്തരമാണ്. കാരണം ChatGPT അറിയാം ഈ ചോദിച്ചത് ഒരു തനി പെന്തക്കോസ്തുകാരനാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി കൊടുത്താലേ ശരിയാകത്തുള്ളൂ. പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു നിരീശ്വരവാദിയാണെങ്കിൽ ChatGPT ഉത്തരം വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം ആളും തരവും കണ്ട് അറിഞ്ഞാണ് ഈ AI പോലും ഉത്തരം കൊടുക്കുന്നു എന്നുള്ളത് ചോദിക്കുന്നവർ മറന്നു പോകരുത്. എനിക്ക് ChatGPT തന്ന നല്ല പെന്തക്കോസ്ത് മറുപടി എന്താണെന്നറിയാമോ? മലയാളത്തിൽ ഞാനൊന്ന് വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രധാന സബ്ജക്റ്റ് ഇന്ന് ഓണമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ വരും. അപ്പോൾ എനിക്ക് ChatGPT തന്ന ഉത്തരം: ഒരു പെന്തക്കോസ്ത് വിശ്വാസിക്ക് ഓണസദ്യയിലെ ഭക്ഷണം കഴിക്കാമോ എന്നത് പ്രധാനമായും ഭക്ഷണത്തിൻ്റെ പേരിനേക്കാൾ അതിൻ്റെ ആത്മീക പശ്ചാത്തലവും വ്യക്തിയുടെ മനസാക്ഷിയും പരിഗണിച്ചാണ് കാണേണ്ടത്. ബൈബിൾ അടിസ്ഥാനത്തിൽ ഭക്ഷണം സ്വതവേ പാപകരമല്ല. യേശു പറഞ്ഞു, വായിൽ കൂടി അകത്ത് ചെല്ലുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മത്തായി 15:11. ChatGPT പറഞ്ഞു തരിക കേട്ടോ. പൗലോസും പറയുന്നു, ഭൂമിയും അതിൻ്റെ നിറവും കർത്താവിന് ഉള്ളത് ആകുന്നു. അതുകൊണ്ട് ചോറ്, കടികൾ, പായസം, പപ്പടം തുടങ്ങിയ ഓണസദ്യയിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ പാപം ചെയ്യുന്നില്ല. അടുത്തത്, ChatGPT ഒരു വാണിംഗ് സിമ്പലൊക്കെ ഇട്ടിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ്. എന്നാലൊരു പ്രധാന വ്യത്യാസമുണ്ട്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക ദൈവത്തിന് അല്ലെങ്കിൽ ദേവതയ്ക്ക് നിവേദിച്ച ഭക്ഷണം, പൂജിച്ച ഭക്ഷണം എന്ന നിലയിൽ ഭക്ഷണം സ്വീകരിക്കുന്നതാണെങ്കിൽ വിഷയം വ്യത്യസ്തമാണ്. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ, അതേസമയം ആരെങ്കിലും ഒരു ഭക്ഷണം വിഗ്രഹത്തിന് അർപ്പിച്ചതാണെന്ന് വ്യക്തമായി അറിയുമ്പോൾ അതിൽ പങ്കുചേരുന്നത് വിശ്വാസിയുടെ മനസാക്ഷിയും സാക്ഷ്യത്തിനും പ്രശ്നമാകും. അതിനാൽ ഒരു മതപരമായ പൂജയുടെ ഭാഗമായി ദേവതയ്ക്ക് നിവേദിച്ച പ്രസാദം എന്ന നിലയിൽ നൽകുന്നതാണെങ്കിൽ ഒരു പെന്തക്കോസ്ത് വിശ്വാസി അത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ ഉചിതം. മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ മനസാക്ഷിയും സാക്ഷ്യവും പ്രധാനമാണ്. വിശ്വാസത്തിൽ നിന്നല്ലാത്തതൊക്കെയും പാപമത്രേ ChatGPT പറയട്ടോ, റോമർ 12:23. അതുകൊണ്ട് ഏറ്റവും ചുരുക്കത്തിൽ ChatGPT അവസാനമായി പറഞ്ഞു തരുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നതിനേക്കാൾ സ്വന്തം വിശ്വാസം, മനസാക്ഷി, സാക്ഷ്യം എന്നിവ കാത്തു സൂക്ഷിക്കുകയാണ് പ്രധാനം. ഇത് ഞാനൊരു ഓർത്തഡോക്സ് പെന്തക്കോസ്തുകാരനാണെന്ന് ChatGPTക്ക് എങ്ങനെയോ തോന്നിയത് കൊണ്ട് എനിക്ക് പറഞ്ഞു തന്ന മറുപടി. പക്ഷേ എൻ്റെ സ്നേഹിതനോട് അങ്ങനല്ല പറഞ്ഞത് കേട്ടോ. അല്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആഴക്കുഴമ്പൻ മറുപടിയാണ് പറഞ്ഞത്. ഓണസദ്യ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഓണസദ്യയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ആ ഐതിഹ്യത്തോടും വിശ്വാസങ്ങളോടും അറിയാതെ താതാത്മ്യം പ്രാപിക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു എന്ന ഒരു ചിന്ത ഞാൻ മുൻപിലേക്ക് വെക്കുകയാണ്. ഈ വിഷയത്തിൽ തർക്കിക്കുന്നവരും വാദിക്കുന്നവരും ഒക്കെ ഉണ്ടാകാം. അവർക്ക് തർക്കിക്കാം, വാദിക്കാം. അതിന് എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം തർക്കവും വാദവും ഒക്കെയാണല്ലോ നല്ലതിനെ പുറത്തു കൊണ്ടിരുന്നത് എന്നുള്ള ഒരു ബൈബിൾ സത്യം കൂടെ ഇടയ്ക്കങ്ങ് പറയുകയാണ്. ഇനി ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്ന കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ചർച്ചിലെ മോർണിംഗ് ഡ്യൂവിലും ഞാൻ പറഞ്ഞ വചനം, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നത് ദൈവമാണ്, ബൈബിളാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പറയുന്നത് നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. രാവിലത്തെ മോർണിംഗ് ഡ്യൂവിൽ ഞാൻ പറഞ്ഞ വചനം, എല്ലാ ചോദ്യങ്ങൾക്കും ബൈബിളിൽ ഉത്തരമുണ്ട്. അതെങ്ങനെ സാധിക്കുന്നത്? ചിലർ ചോദിക്കും, ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു സിറ്റിയുടെ കാര്യത്തെക്കുറിച്ച് ബൈബിളിന് എങ്ങനെയാണ് ഉത്തരം തരുവാൻ കഴിയുന്നത്? മുംബൈ പട്ടണത്തിൻ്റെ പേര് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങളൊരു ചോദ്യം മുംബൈ പട്ടണത്തെക്കുറിച്ച് ചോദിച്ചാൽ ബൈബിളിൽ എങ്ങനെ ഉത്തരം നൽകുവാൻ കഴിയും? അങ്ങനെയല്ല കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാനുള്ള ശക്തി വേദപുസ്തകത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വാസികളെ ഇന്ന് രാവിലെയും ഉത്സാഹിപ്പിച്ചത്, ChatGPTയോട് ചോദിക്കാതെ ബൈബിളിനോട് ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ടാകാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം, കൃത്യമായ ഉത്തരം ഈ പറഞ്ഞതുപോലെ വേദപുസ്തകം നൽകുവാൻ ഇടയെത്തീരും. ഒരിക്കലും ചതിക്കാത്ത ഒരു അധ്യാപകനാണ് പരിശുദ്ധാത്മാവ്.
പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. വേദപുസ്തകത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്തുവാൻ സഹായിക്കും. ChatGPT ചിലപ്പം ചതിക്കും കേട്ടോ. അതുകൊണ്ടാണ് ChatGPTയുടെ ഓരോ ഉത്തരത്തിൻ്റെ താഴെയും അവർ തന്നെ ഒരു വാണിംഗ് കൊടുക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ താഴെയും ChatGPT ഒരു വാണിംഗ് കൊടുത്തു. എന്താണ്? ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്, ചെക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻഫോ. ശ്രദ്ധിക്കണം, ChatGPTക്ക് തെറ്റുപറ്റും, അതുകൊണ്ട് ശ്രദ്ധിച്ചോണമെന്ന് അവർ തന്നെ പറയുകയാണ്. ഒത്തിരി തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ. ശുദ്ധ മണ്ടത്തരങ്ങൾ തന്നെ ChatGPT പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമ്മളെപ്പോലുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ChatGPT എടുക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമുക്കൊരു ഉത്തരം തരുന്നത്. നമ്മൾ പറഞ്ഞത് അത് പഠിച്ചിട്ട് നമ്മളോട് മറുപടി പറയുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരിക്കൽ ഒരു പഴയ VBS പാട്ട്, അത് 1-2 ലൈൻ മാത്രമേ ഓർമ്മയുള്ളൂ. അതുകൊണ്ട് ChatGPTയോട് ചോദിച്ചു, ആ പാട്ട് എനിക്കൊന്ന് കണ്ടുപിടിച്ച് തരാമോ? അപ്പോൾ ആദ്യത്തെ ലൈൻ ഞാൻ എഴുതി കൊടുത്തു ChatGPTയോട്. അപ്പോൾ ChatGPT എനിക്ക് മറുപടി പറഞ്ഞു, നിങ്ങൾ 2ാമത്തെ ലൈനും കൂടെ എഴുതിയാൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ 2ാമത്തെ ലൈനും കൊടുത്തു. അപ്പോൾ ChatGPT എനിക്ക് നന്ദി പറഞ്ഞു. എന്നിട്ട് ChatGPT പറയുക, അതിൻ്റെ 3ാമത്തെ ലൈനും കൂടെ എനിക്കിതാ. എന്താ സത്യത്തിൽ ChatGPT ചെയ്യുന്നതെന്നറിയാം? ChatGPTയുടെ കയ്യിൽ ആ സംഭവമില്ല. നമുക്കറിയാവുന്ന ലൈൻ എല്ലാം കൂടെ അത് ആദ്യമേ അങ്ങ് സ്വരൂപിക്കുകയാണ്. ഇനിയും മറ്റൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ 4 ലൈൻ എടുത്ത് മുമ്പോട്ട് വെച്ചിട്ട് പറയും, ഇത്രയും ഇൻഫർമേഷനാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മൾ കുറേ ChatGPTയെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഓണം ഒരിക്കലും പെന്തക്കോസ്തുകാരൻ ആഘോഷിക്കല്ലേ എന്ന വിധത്തിൽ ChatGPTയെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് തെറ്റായ ഇൻഫർമേഷൻ ആകാം ChatGPT നാളെ വേറെ ഒരാൾക്ക് വേണ്ടി എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപദേശപരമായ വിഷയങ്ങൾ ChatGPTയോട് ചോദിച്ചാൽ അപകടകരമായ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ChatGPT അല്ല, എല്ലാ AI-യും ഇങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആളുകളിൽ നിന്ന് സ്വരൂപിച്ച വിവരങ്ങൾ അത് തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയൊന്നും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമുകൾക്ക് ഇല്ല. അവർ തെറ്റായ ഇൻഫർമേഷൻ പോലും ആരോ പഠിപ്പിച്ചത് കേട്ട് ശരിയെന്ന വിധത്തിൽ അവതരിപ്പിക്കാനിടയെ തരും. അതുകൊണ്ടാണ് പണ്ട് ഇലോൺ മസ്കിൻ്റെ ഗോർക്ക് എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് ഉണ്ടല്ലോ, ആ ചാറ്റ് ബോട്ട് ഈ പറഞ്ഞ നരേന്ദ്രമോദിയെ, നമ്മുടെ പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത്. കാരണം എന്താ? ആളുകൾ പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ച് ഗോർക്കിനെ പഠിപ്പിച്ചു. നരേന്ദ്രമോദി എന്ന ചോദ്യം വന്നാൽ 2 ചീത്ത വിളിക്കണമെന്ന വിധത്തിൽ പഠിപ്പിച്ചു. അതുകൊണ്ട് നരേന്ദ്രമോദിജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഗോർക്ക് ചീത്ത വിളി തുടങ്ങി. അത് വലിയൊരു ന്യൂസ് ആയതാണ് കേട്ടോ. ഗോർക്ക് മോദിജിയെ ചീത്ത വിളിച്ചു എന്നതൊരു ന്യൂസ് ആയതാണ്. കാരണം എന്താ? കാരണം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ഗോർക്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ ജെമിനി ആകാം, ChatGPT ആകാം, അങ്ങനെ എല്ലാ ചാറ്റ് ബോട്ടുകളും നമ്മുടെ മുമ്പിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നത് എന്നൊരു അപകടമുണ്ട്. അതുകൊണ്ട് ChatGPTയോട് ചോദിക്കുക എന്നുള്ളതല്ല സൊല്യൂഷൻ. നിങ്ങളുടെ ആത്മീയ വിഷയങ്ങൾക്ക്, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും വേദപുസ്തകത്തോട് ചോദിക്കുക. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും വേദപുസ്തകത്തിൽ ഉത്തരമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആ സന്ദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞ് എൻ്റെ വാട്സപ്പ് ഒന്ന് തുറന്നപ്പോഴാണ് ഈ ജോയിൻ നെടുങ്കുന്നം എന്ന് പറയുന്ന കർത്താനദാസൻ്റെ ഒരു ആർട്ടിക്കിൾ, അതും ഈ AI-യെക്കുറിച്ച് കാണുവാൻ ഇടയായി തീർന്നത്. ജോയിൻ നെടുങ്കുന്നം കർത്താനദാസൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന കർത്താനദാസനാണ്. ക്രൈസ്തവ ബോധി കുടുംബത്തിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സന്തോഷം തോന്നി അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഒന്ന് വായിക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഞാൻ പാഠഭാഗത്തിൽ ചെയ്യാനിരിക്കുന്ന സബ്ജക്റ്റാണല്ലോ, അങ്ങനെ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു. അപ്പോൾ ജോയിൻ നെടുങ്കുന്നം സാറിന് ഈ ChatGPTയെക്കുറിച്ചും അല്ലെങ്കിൽ AI-യെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഒക്കെ പറയാനുള്ള അഭിപ്രായങ്ങൾ എനിക്കൊന്ന് മനസ്സിലായി. ആ അഭിപ്രായങ്ങളിൽ ഞാൻ പറയാനിരിക്കുന്ന ഒരു കാര്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത് പ്രേക്ഷകരോട് ഒന്ന് പറയണം. ChatGPTയുടെ ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കുന്ന ആത്മിക സന്ദേശത്തെക്കാൾ ദൈവസന്നിധിയിൽ മുഴങ്കാലിലിരുന്ന് പ്രാപിക്കുന്ന പ്രസംഗങ്ങൾ ഹൃദയത്തെ സ്പർശിക്കും. ഇതാണ് എനിക്കും പറയാനുള്ളത്. ഇന്ന് ആളുകൾ, പാസ്റ്റേഴ്സ് ChatGPT വെച്ചാണ് മെസ്സേജസ് തയ്യാറാക്കുന്നത്. പല പാസ്റ്റേഴ്സും നല്ല സൂപ്പർ മെസ്സേജസ് ഈ ദിവസങ്ങളിൽ പറയുന്നു. എവിടുന്നാണ് സോഴ്സ്? ChatGPT ആണ് സോഴ്സ്. ChatGPT മെസ്സേജിനേക്കാൾ എപ്പോഴും നല്ലത് ദൈവസന്നിധിയിൽ മുഴങ്കാലിലിരുന്ന് പരിശുദ്ധാത്മാവിനാൽ
സ്വീകരിക്കപ്പെട്ട മെസ്സേജ് ആയിരിക്കുമെന്ന് രാവിലെ നമ്മുടെ ജോയ് നെടുങ്കുന്നം എഴുതിയ ആർട്ടിക്കിളിൽ നിന്ന് വായിക്കാനിടയെത്തുന്നു. അദ്ദേഹം ആ ആർട്ടിക്കിളിന് ടൈറ്റിൽ കൊടുക്കുന്നത് കൈ നനയാതെ മീൻ പിടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് തയ്യാറാക്കാൻ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, വേദോത്സവം കൊണ്ടിരിക്കുകയൊന്നും വേണ്ട, കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ChatGPTയോടൊരു ചോദ്യം ചോദിച്ചാൽ മതി, പുള്ളി മുഴുവൻ മെസ്സേജ് നിങ്ങൾക്ക് എഴുതി തരും. അടുത്ത ഞായറാഴ്ച അത് വെച്ച് ഒരു തകർപ്പൻ മെസ്സേജ് പറഞ്ഞ് കയ്യടി നേടാൻ ഒക്കെ ഇടയായിത്തീരും. ChatGPT ഉപയോഗിക്കുന്നത് തെറ്റെന്നുള്ളതല്ല, പക്ഷേ അത് ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിലെ ഒരു എത്തിക്സ് ഉണ്ട്, ഒരു നൈതികതയുണ്ട്. അതായത് ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പ്രസംഗം ആത്മാവിനാൽ പ്രാപിച്ചതായിരിക്കണം എന്നുള്ള ഒരു അടിസ്ഥാന തത്വത്തെ ലംഘിച്ച് അതിൻ്റെ ആ ഒരു നൈതികത അല്ലെങ്കിൽ എത്തിക്സ് അല്ലേ, അതിനെ ആ വാല്യൂവിനെ ലംഘിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമായി മാറുന്നത്. ChatGPTയിൽ നമുക്ക് ഇൻഫർമേഷൻസ് എടുക്കാം, നമുക്കറിയാത്ത കാര്യങ്ങൾ ചരിത്രമായാലും മറ്റ് ഇൻഫർമേഷൻസ് ആയാലും എടുക്കാം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി നമ്മുടെ തമ്പനയിൽ പിക്ചറുകളൊക്കെ ഉണ്ടാക്കുന്നത് ChatGPTയിലൂടെയാണ്. പക്ഷെ അതൊരു ഭയങ്കര പണിയാകട്ടോ. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്താലൊന്നും ഈ ChatGPTക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ പറയുന്നതിൻ്റെ ഉൾട്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. ഉദാഹരണം പറഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കുന്നവർ എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ChatGPT കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉൾപ്പെടെയാണ് അതിങ്ങോട്ട് തരുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉൾപ്പെടെയാണ് ഇങ്ങോട്ട് തിരിച്ചു തരുന്നത്. നമ്മളത് തിരുത്താൻ പറയുമ്പോൾ വേറെ രീതിയിലാക്കി തരും. അങ്ങനെ 5-6 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴാണ് ഒറിജിനൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു പിക്ചറൊക്കെ വരുന്നത്. ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം വിവേചന ബുദ്ധിയൊന്നുമില്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ബുദ്ധി പോലല്ലല്ലോ ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. അപ്പോൾ മുഴങ്കാലിൽ ഇരുന്ന് പ്രാപിക്കുന്ന ആത്മീക സന്ദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ എയോടൊന്നും ചോദിച്ച് ഉപദേശ വിഷയങ്ങളിൽ തീരുമാനമെടുക്കല്, ആളും തരവും കണ്ട് അതിനുള്ള ഇൻഫർമേഷൻ തെറ്റാകാം ശരിയാകാം നമ്മുടെ മുമ്പിൽ ഇദ്ദേഹം വിളമ്പിത്തരുവാൻ ഇടയായിത്തീരും. ഇത് വലിയ ഒരപകടമാണ്. ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ, നമ്മുടെ വിശേഷത, നമ്മൾ അവകാശപ്പെടുന്നത് നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണെന്നാണ്. എല്ലാ ചോദ്യങ്ങൾക്കും വേദപുസ്തകത്തിൽ നിന്ന് ഉത്തരം കിട്ടും. നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെ പാസ്റ്ററെ സാധിക്കുന്നത്? അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കും. ഞാനൊരു കുഞ്ഞനുഭവം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1994 ഞാൻ ആത്മനിർവൊക്കെ പ്രാപിച്ച് കൃപാവരങ്ങൾ പ്രാപിച്ച് ശുശ്രൂഷ ആരംഭിച്ച ഒരു സമയം 1994. അപ്പോൾ അതിൻ്റെ ഒക്ടോബർ മാസത്തിൽ ഒരു ദിവസം എനിക്ക് റാന്നിയിൽ തന്നെയുള്ള മണ്ണടിശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാനുള്ള അവസരമുണ്ട്. റാന്നി വെച്ചുച്ചട മണ്ണടിശാല ഏരിയയിൽ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കാനുള്ള അവസരമുണ്ട്. ശുശ്രൂഷയുടെ ആരംഭകാലത്തൊക്കെ നമുക്ക് കിട്ടുന്ന ശുശ്രൂഷകൾ അത് എങ്ങനെയും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സമയം. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കണം. അതെൻ്റെ ശുശ്രൂഷയാണ്. പക്ഷേ അതേ ദിവസം എൻ്റെ മാതൃസഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വലിയ വിഷമം. ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമ്പോൾ എങ്ങനെയാണ് പുറത്ത് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്? ഒരിടത്ത് എനിക്ക് ശുശ്രൂഷിക്കാനുള്ള ഒരവസരം, മറുഭാഗത്ത് എനിക്ക് ശുശ്രൂഷ സ്വീകരിക്കാനുള്ള ഒരു അവസരം, ആത്മീകമായി പ്രാപിക്കാനുള്ള അവസരം. ആ ഫാസ്റ്റിംഗ് പ്രെയറിൽ ദേവദാസന്മാരൊക്കെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വലിയ സങ്കടമായി. മണ്ണടിശാലയ്ക്ക് പോകണമോ അതോ എൻ്റെ മാതൃസഭയിലെ ഫാസ്റ്റിംഗ് പ്രെയറിന് പങ്കെടുക്കണമോ? ഇതാ ചോദ്യം. അങ്ങനെ എൻ്റെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ ഒക്കെ കിടക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഫാസ്റ്റിംഗ് പ്രെയറിന് പോകണമോ അതോ മണ്ണടിശാലയ്ക്ക് പോകണമോ? മണ്ണടിശാല എന്ന പദമൊന്നും വേദോസത്തിലല്ലോ, പിന്നെ എങ്ങനെ ഉത്തരം കിട്ടും? ചോദ്യം ചോദിച്ചത് അന്ന് ChatGPT ഒന്നുമില്ല കേട്ടോ. ഇന്ന് ആളുകൾ അതാ ചെയ്യുന്നത്. മണ്ണടിശാലയ്ക്ക് പോകണോ ഫാസ്റ്റിംഗ് പ്രെയറിന് പോകണോ, ഇതിലേതാണ് ശരി എന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ChatGPT ഒരു കുഴമ്പൻ മറുപടിയൊക്കെ പറയും. പക്ഷെ ഞാൻ ചോദ്യം ചോദിച്ചത് പരിശുദ്ധാത്മാവിനോടായതുകൊണ്ട്, എൻ്റെ നല്ല അധ്യാപകനോടായതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം എനിക്ക് തന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. എൻ്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം മനസ്സിലാക്കി തരുവാൻ ശക്തിയുള്ള ഒരു വാക്യം. ആ വാക്യം ഏതാണെന്നറിയാമോ? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമാണ്. ഇങ്ങനെയാണ് വചനം: ത്രോവാസിൽ എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നു കിട്ടി. എന്നാൽ തീത്തോസിനെ കാണാത്ത കാരണത്താൽ മനസ്സിൽ സങ്കടമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് ഞാൻ
മക്കദോന്യയ്ക്ക് പോയി. കൃത്യമായ ഉത്തരം. ആ വചനം കണ്ടപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു വലിയ വഴി പൗലോസിന് തുറന്നു കിട്ടിയിരിക്കുന്നു. മറുഭാഗത്ത് തൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വിഷമം, തൻ്റെ സഹശുശ്രൂഷകൻ തീത്തോസിനെ സ്ഥലത്ത് കാണുവാൻ കഴിയുന്നില്ലല്ലോ, തീത്തോസിൻ്റെ വെയറബോട്ട്സ്, തീത്തോസിന് എന്ത് സംഭവിച്ചു എന്ന ആ ഒരു ആകുല ചിന്ത പൗലോസിന് അദ്ദേഹത്തിൻ്റെ വലിയ ആ ശുശ്രൂഷ ഓപ്പർച്യൂണിറ്റിയെ മാറ്റിവെച്ചിട്ട് ഒരു പേഴ്സണൽ ഒരു അനുഭവമുള്ള വിഷയത്തിലേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ആ വാക്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ നിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള മണ്ണടിശാല യാത്ര ഇന്ന് ചെയ്യണ്ട, മറിച്ച് വ്യക്തിപരമായി പ്രാപിക്കാനുള്ള നിൻ്റെ പേഴ്സണൽ വിഷയത്തിന് വേണ്ടി ഇന്ന് നിനക്ക് ഉപവാസത്തിന് പോകുന്നതാണ് നല്ലത് എന്ന് കൃത്യമായി വേദപുസ്തകം എന്നോട് സംസാരിച്ചു. ഇതാണ് വേദപുസ്തകത്തിൻ്റെ ശക്തി. മണ്ണടിശാല എന്ന പദമൊന്നും വേദപുസ്തകത്തിൽ ഇല്ല എങ്കിലും പൗലോസിൻ്റെ അനുഭവത്തിലൂടെ വചനം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ഫാസ്റ്റിംഗ് പ്രെയറിന് ഞാൻ അറ്റൻഡ് ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. 1994 ഒക്ടോബർ മാസം 29 എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ഫാസ്റ്റിംഗ് പ്രെയർ. ഞാൻ കോട്ടയം പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു ഫാമിലി ടൈം സെക്ഷനിൽ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട്. കോട്ടയംകാരൻ ചേലക്കൊമ്പുകാരൻ അച്ചുകുഞ്ഞ് പാസ്റ്റർ അന്ന് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ പ്രവചന ദൂതുകൾ ഇന്നും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവം വേദപുസ്തകത്തോട് ചോദ്യം ചോദിച്ചതുകൊണ്ട്, പരിശുദ്ധാത്മാവിനോട് ചോദ്യം ചോദിച്ച് ഉത്തരത്തിന് കാത്തിരുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ മറുപടി. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന ആസാദിയുടെ കേൾവിക്കാരോടൊക്കെ പറയാനുള്ളത്, ഉപദേശ വിഷയങ്ങൾ ദയവായി നിങ്ങൾ ChatGPT ചോദിക്കാതിരിക്കുക. നിങ്ങളുടെ ആത്മീക ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേദപുസ്തകത്തോട് ചോദിക്കാം. ആത്മീക ചോദ്യമല്ല, എല്ലാ ചോദ്യത്തിനും വേദപുസ്തകത്തിൽ ഉത്തരമുണ്ട്. നിങ്ങൾക്ക് ChatGPT ചോദിക്കാം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ എത്ര ദൂരം എന്ന് ചോദിച്ചാൽ ChatGPT ഉത്തരം പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേദപുസ്തകത്തോട് ചോദിക്കരുത്, അത് ChatGPT ചോദിക്കണം. എന്നാൽ ചില പ്രത്യേക ആത്മീക ചോദ്യങ്ങളുണ്ടല്ലോ, അത് ChatGPT ചോദിച്ചാൽ അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. ChatGPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. പിന്നെ ആരോട് ചോദിക്കണം? കർത്താവിനോട് ചോദിക്കണം, വേദപുസ്തകത്തോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് ഉത്തരം പറയും. എല്ലാ വിഷയത്തിനും, ആത്മീക വിഷയത്തിനും പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവ് ഉത്തരം പറയും. അതുകൊണ്ട് ഓണസദ്യ ഉണ്ണാമോ, ക്രിസ്മസ് ആഘോഷിക്കാമോ, പിന്നെന്താണ് സിനിമ കാണാമോ, ആഭരണം ധരിക്കാമോ, വെള്ളയുടുപ്പ് ഇടണോ വേണ്ടായോ, ഇങ്ങനെ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ മുഴങ്കാലിലിരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സഹായം എടുക്കുക. വചനത്തിലൂടെ നിങ്ങളെ വ്യക്തിപരമായി ദൈവം ഗൈഡ് ചെയ്യും. കാരണം നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. ഇനിയും ഇതിനോട് ചേർന്ന് രസകരമായൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. BBC ഒരു ന്യൂസ് ഞാൻ വായിച്ചതാണ്. എന്താണ് ന്യൂസ് ഐറ്റം എന്നറിയാമോ? പീപ്പിൾ ആർ യൂസിങ് AI ടു ടോക്ക് ടു ഗോഡ്. ദൈവത്തോട് സംസാരിക്കാൻ ആളുകൾ AI ഉപയോഗിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നു. ഭയങ്കരമല്ലേ? ഇത് ചില മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയൊരു ന്യൂസാണ്. അന്നേ ഞാൻ കുറിച്ചു വെച്ചു, ഒരു പാഠഭേദം ഇതിൻ്റെ മുകളിൽ ചെയ്യണം. ഇന്നത്തെ വിഷയം അതായതുകൊണ്ട് അതുകൂടെ അങ്ങ് ചേർത്ത് പറയുകയാണ്. ആളുകൾ AI ഉപയോഗിച്ച് ദൈവത്തോട് സംസാരിക്കുന്നു. എന്താ കാര്യം എന്നറിയാമോ? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ ടെക്നോളജി ഒത്തിരി ഡെവലപ്പായ നമ്മുടെ രാജ്യം പോലെ ChatGPTയും പിന്നെ ഈ ചാറ്റ് ബോട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ രാജ്യങ്ങളിൽ ഈ ആളുകൾക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുന്നത്, നമ്മുടെ ഈ ഓണസദ്യ ഉണ്ണാമോ എന്ന് ചോദിച്ചതുപോലെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ പറഞ്ഞ AI ചോദിക്കുന്നത്. AI അങ്ങനെ വന്നപ്പോൾ പല ആളുകളും പുതിയ പുതിയ AI ചാറ്റ് ബോട്ട്സ് ഉണ്ടാക്കാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ചും റിലീജിയൻ്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ ഉണ്ടാക്കാൻ ഇടയായി തീർന്നു. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ദൈവങ്ങളുടെ പേരിൽ ഉണ്ടാക്കാൻ ഇടയായി തീർന്നു. അതായത് ഒരു ദൈവത്തിൻ്റെ പേരിൽ ഇപ്പോൾ ChatGPT എന്ന് പറയുന്നത് പോലെ, ജെമിനി എന്ന് പറയുന്നത് പോലെ ഒരു റിലീജിയസ് ഒരു ദൈവത്തിൻ്റെ പേരിൽ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ദൈവത്തോട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ആ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും എന്ന വിധത്തിൽ ഒത്തിരി ദൈവങ്ങളുടെ പേരിൽ എന്ത് ചെയ്തു? ഈ പറഞ്ഞ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ ആളുകളുടെ വിശ്വാസം എന്താണെന്നറിയാമോ? ആളുകളുടെ വിശ്വാസം ദൈവത്തോട് സംസാരിക്കാൻ ഈ ദൈവത്തിൻ്റെ പേരിലുള്ള ചാറ്റ് ബോട്ടിനോട് സംസാരിച്ചാൽ മതി. ആളുകൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ദൈവം ഞങ്ങൾക്ക് മറുപടി തന്നെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ BBC വാർത്ത നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. അതായത് 25 വയസ്സുള്ള വിജയ മീൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ജീവിതത്തിൽ ആധുനിക കാലത്തിൻ്റെ ഒത്തിരി ചലഞ്ചസ് നേരിടുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു സ്റ്റുഡൻ്റാണ്, രാജസ്ഥാൻകാരൻ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം പണ്ടൊക്കെ ഈ സ്പിരിച്വൽ ലീഡേഴ്സിനോടായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഗീത GPT എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ ഒരു ചാറ്റ് ബോട്ടാണ്. ഗീത GPT എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ചാറ്റ് ബോട്ടിനോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ആ ചാറ്റ് ബോട്ടിന് ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ്. ഭഗവത്ഗീത അതിനകത്തെ വചനങ്ങൾ വെച്ച് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ചാറ്റ് ബോട്ട് ഗീത GPTക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇന്ന് ഞാൻ ആത്മീയ ഗുരുക്കന്മാരുടെ ഇടയിൽ പോകുന്നില്ല, ഈ ചാറ്റ് ബോട്ട് വഴിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേയേറെ ദൈവങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ ചാറ്റ് ബോട്ട്സ് ഉണ്ടാക്കിയിട്ട് ആളുകൾ ഇപ്പോൾ സ്പിരിച്വൽ ഗുരുക്കന്മാരുടെ അടുക്കൽ പോകുന്നതിൽ കൂടുതൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ദൈവങ്ങളുടെ അടുക്കൽ പോയി ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താണെങ്കിലും ഒരു കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ, ഈ സംസാരിക്കാത്ത ദൈവങ്ങളെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇന്ന് ഈ ദൈവങ്ങൾ, ചാറ്റ് ബോട്ട് ദൈവങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേട്ടോ. അതായത് ഈ പറഞ്ഞ ചാറ്റ് ബോട്ടിനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തിട്ട് ആളുകളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ആളുകൾക്ക് നല്ല തൃപ്തി, ദൈവം ഞങ്ങളോട് സംസാരിച്ചു എന്ന് തൃപ്തി അടഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് രസകരമായ മറ്റൊരു വാർത്തയും കൂടെ ചേർത്ത് പറയണം. 2023 ഒരു AI ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. എന്താ പേരെന്ന് കേൾക്കണോ? ടെക്സ്റ്റ് വിത്ത് ജീസസ്, യേശുവുമായിട്ട് സംസാരിക്കാം. പക്ഷേ ഈ ഒരു AI ചാറ്റ് ബോട്ട് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ ഭയങ്കരമായിട്ട് എതിർത്തു. അവർ പറഞ്ഞു ഇത് ബ്ലാസ്ഫമി അല്ലെങ്കിൽ ദൈവദൂഷണമാണ്. അതായത് ഒരു ചാറ്റ് GPTയെ യേശുവായി കണ്ടുകൊണ്ട് യേശുവുമായിട്ട് സംസാരിക്കാൻ ടെക്സ്റ്റ് ചെയ്താൽ യേശു മറുപടി പറയും എന്ന ഒരു വിശ്വാസം പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന് എല്ലാ ക്രിസ്ത്യാനികളും, അതിന് ഡിനോമിനേഷൻ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, കത്തോലിക്കർ മുതൽ പ്രൊട്ടസ്റ്റൻറ്റും ഇവാഞ്ചലിക്കൽസും പെന്റിക്കോസ്റ്റൽസും എല്ലാം പറഞ്ഞു ഇത് ദൈവദൂഷണമാണ്. എന്താ കാരണം എന്നറിയാമോ? നമ്മൾ വിശ്വസിക്കുന്നത് യേശുവുമായിട്ട് നേരിട്ട് സംസാരിക്കാം. യേശുവും കടവുൾ, ഞാൻ നേരത്തെ ഒരു പാഠഭേദം ചെയ്തിരുന്നല്ലോ, സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ചാറ്റ് ബോട്ട് ഉണ്ടാക്കി ട്രെയിൻ ചെയ്തിട്ട് ആളുകൾക്ക് വേണ്ടി സംസാരിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കടവുൾ യേശുവും കടവുളാണ്. അങ്ങനെയുള്ള നമ്മുടെ കർത്താവിൻ്റെ പേരിൽ ഈ പറഞ്ഞ AI കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി സംസാരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? അതിനെ നിഷേധിച്ചു. ഞാൻ പറയട്ടെ, ഗീത GPT, അതുപോലെ തന്നെ ഖുറാൻ GPT എന്ന് പറഞ്ഞ ഖുറാനിലെ ഓരോ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന AI ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാക്കിയ കഥ നമുക്ക് അറിയാം. പക്ഷേ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ദൈവത്തോട് സംസാരിക്കുവാൻ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. മുഴങ്കാലിൽ നിന്നാൽ, വേദപുസ്തകം തുറന്നാൽ വേദപുസ്തകം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും. അതുകൊണ്ട് ദയവായി ഈ പറഞ്ഞ AI പുറകെ ഒന്നും പോയി അബദ്ധം പറ്റരുതെന്ന് ഒരു മുന്നറിയിപ്പ് അങ്ങ് നൽകുകയാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, AI പേരിൽ ഒത്തിരി ദൈവങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേദപുസ്തകം പറയുന്നുണ്ട് സംസാരിക്കുന്ന ഒരു പ്രതിമയെക്കുറിച്ച്. അതായത് ഒരു പ്രതിമയ്ക്ക് ജീവൻ കൊടുത്തുന്നത് സംസാരിക്കാൻ തുടങ്ങിയെന്നും ഒക്കെ പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ പോലെ പ്രതിമകളെ കൊണ്ട് സംസാരിപ്പിക്കുമെന്ന് വേദപുസ്തകം പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് ശീഘ്രമായി ലോകം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടെ വാൽകൃഷ്ണം പോലെ 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദീർഘമായെങ്കിൽ ക്ഷമിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.
ഗാഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.